ഹായ്, എൻ്റെ പേര് നൗഷാന. മൈൻഡ് സൂം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഇമ്പോർട്ടൻറ്റ് തിങ്സ് ഫോർ ഗുഡ് പാരൻറ്റിങ്ങിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഒരു കുട്ടി മികച്ചതാവുന്നതും മോശമാവുന്നതിനും പ്രധാന ഉത്തരവാദി അവരുടെ മാതാപിതാക്കളാണെന്ന് കരുതുന്നു. അങ്ങനെ ഒരു മികച്ച പൗരനെ മനുഷ്യൻ എങ്ങനെ ഒരു പാരൻറ്റിങ് സഹായകമാകുന്നു എന്നുള്ളതാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. ഞാനൊരു ഉദാഹരണം പറഞ്ഞു തുടങ്ങാം. ഒരാൾ എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, എൻ്റെ മകൻ ഒരു പോലീസ് കേസിൽ അകപ്പെട്ടു, ഇതിന് പ്രധാന ഉത്തരവാദി ആരാണ് എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞ മറുപടി ഇങ്ങനെ ആയിരുന്നു: താങ്കളുടെ മകൾ പോലീസ് കേസിൽ അകപ്പെട്ടതിന് പ്രധാന ഉത്തരവാദി താങ്കളല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ അയാൾ കുറെ നേരം ചിന്തിച്ചുകൊണ്ട് പറഞ്ഞ്, ഇതിന് ഉത്തരവാദി ഞാൻ എങ്ങനെ ആവാന്ന്. അപ്പൊ ഞാൻ പറഞ്ഞ മറുപടി ഇങ്ങനെയായിരുന്നു: നമ്മൾ നമ്മളെ മക്കളെ വിലയിരുത്തിയതിൽ എവിടെയോ ഒരു അപാകത ഇല്ലേ, ചിന്തിച്ചു നോക്കേ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാല്, നമ്മളെ മക്കൾ എന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കും ഒരു പങ്ക് ഉണ്ട് എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അത് മനസ്സിലാക്കി മക്കളെ എങ്ങനെ നല്ലൊരു മകനാക്കി അല്ലെങ്കിൽ നല്ലൊരു മകളാക്കി വളർത്തിയെടുക്കാം എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള 13 ടിപ്സ് ആണ് ഞാൻ ഇന്ന് പറയുന്നത്. ഈ 13 ടിപ്സ് നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിലും മക്കളുടെ ജീവിതത്തിലും വലിയ മാറ്റങ്ങൾ സംഭവിക്കാം. ഒന്നാമത്തെ കാര്യമാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്: കുട്ടികളെ ഒരിക്കലും ഉപദേശിക്കരുതേ. കുട്ടികളെ ഉപദേശിക്കുന്നതിനേക്കാൾ നല്ലത് അവരുടെ ആഗ്രഹങ്ങൾ മനസ്സിലാക്കി അവർക്ക് പറയാനുള്ളതൊക്കെ കേട്ട് അവരുടെ കൂടെ നിന്നിട്ട് അവരോട് പെരുമാറുക. ഒരിക്കലും കുട്ടികളെ ഉപദേശിക്കരുത്. രണ്ടാമത്തെ കാര്യം എന്താന്ന് വെച്ചാൽ, അവർക്ക് സംസാരിക്കാനുള്ള അധികാരം കൊടുക്കുക. അവർക്ക് സംസാരിക്കണം. ലോകത്തോടായാലും എവിടെയായാലും അവർക്ക് സംസാരിക്കാൻ കഴിയണം. അതിനുള്ള അധികാരം അവർക്ക് ഉണ്ടാക്കി കൊടുക്കാം. ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പൊ വേറൊരാളെ വീട്ടിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞ് നമ്മളെ മക്കളെ കൂട്ടിയിട്ട് ഇപ്പോൾ ഇവര് സംസാരിക്കുന്ന ടൈമിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് മക്കളോട് ചോദിച്ചു, നിങ്ങൾ എത്രയിലാണ് പഠിക്കുന്നത്, അല്ലെങ്കിൽ നിനക്ക് എത്രയാണ് ഏജ്, പേരെന്താ, എവിടെയാണ് പഠിക്കുന്നത്. അതിന് മക്കൾക്ക് പറയാനുള്ള ഒരു അവകാശം കൊടുക്കാതെ പേരൻസ് കയറി പറയുകയാണ്, എൻ്റെ മക്കൾ ഇത്രയിലാണ് പഠിക്കുന്നത്, ഇത്രയാണ് ഏജ്. അങ്ങനെ പേരൻസ് പറയാതെ മക്കൾക്ക് പറയാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുക. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുട്ടികളോട് ചോദ്യം ചോദിക്കുക. കുട്ടികളോട് ചോദ്യം ചോദിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. കുട്ടികളോട് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ചിന്തകൾ സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടും, അവരുടെ ലോകം വലുതാവും. ഉത്തരത്തേക്കാൾ ചിന്തകളാണ് കുട്ടികളെ വളർത്തുന്നത്. നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവരുടെ ഫീലിങ്സും വികാരങ്ങളും വാലിഡേറ്റ് ചെയ്യുക. അവരുടെ ഫീലിങ്സും വികാരങ്ങളും തെറ്റോ ശരിയോ ആയിക്കോട്ടെ, ആ ഫീലിങ്സും വികാരങ്ങളും വാലിഡേറ്റ് ചെയ്യപ്പെടണം. ചെയ്യുന്ന കാര്യങ്ങൾ ശരിയോ തെറ്റായിക്കോട്ടെ, അവരുടെ ഫീലിങ്സ് എന്താണെന്ന് മനസ്സിലാക്കി അവരുടെ കൂടെ നിൽക്കുക. അഞ്ചാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവരുടെ ആവശ്യങ്ങളെയും അനാവശ്യങ്ങളെയും പഠിപ്പിച്ചു കൊടുക്കുക. ഇപ്പം നമ്മളൊരു ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് ആവശ്യങ്ങളെയും അനാവശ്യങ്ങളെയും പഠിപ്പിച്ചു കൊടുക്കണം. നമ്മളൊരു ഷോപ്പിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഏതാണ് അനാവശ്യം ഏതാണ് ആവശ്യം എന്നുള്ളത് അവർക്ക് മനസ്സിലാവണം. അതൊക്കെ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക. ആറാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, സമയത്തിൽ ഡിസിപ്ലിൻ പഠിപ്പിച്ചു കൊടുക്കുക. സമയത്തെ ഡിസിപ്ലിൻ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് നമ്മൾ ഷെഡ്യൂൾ ചെയ്തിട്ടാവരുത് കുട്ടികൾക്ക് സമയത്തെ ഡിസിപ്ലിൻ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. അവർ തന്നെ ഷെഡ്യൂൾ ചെയ്തിട്ട് വേണം സമയത്തെ ഡിസിപ്ലിൻ പഠിക്കേണ്ടത്. ഏഴാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കാര്യത്തിലും കുട്ടികളെ നിർബന്ധിക്കാതെ കൺവിൻസ് ചെയ്യുക. ഒരു കാര്യത്തിലും കുട്ടികളെ നിർബന്ധിക്കാതെ കൺവിൻസ് ചെയ്യുക എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മൾ പഠിക്കുന്ന ടൈമിലാണെങ്കിലും പേരൻസ് നമ്മുടെ അടുത്ത് വന്നിട്ട് പറയും, നീ A+ വാങ്ങണം, നിർബന്ധമായി നീ A+ വാങ്ങണം, അതുപോലെ നീ ഈ ജോലി ചെയ്യണം, നിർബന്ധമായി നീ ഈ ജോലി ചെയ്യണം. അങ്ങനെ നിർബന്ധിക്കാതെ നല്ലോണം പഠിക്ക് എന്ന് പറഞ്ഞ് ഒരിക്കലും കുട്ടികളെ നിർബന്ധിക്കാതെ അവരുടെ കൂടെ നിന്ന് കൺവിൻസ് ചെയ്യുക. അവരെ എല്ലാ കാര്യങ്ങളിലും കൺവിൻസ് ചെയ്യുക. ഒരിക്കലും കുട്ടികളെ നിർബന്ധിക്കരുത്. എട്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എട്ടാമത്തത്. നമ്മളെ സ്വപ്നങ്ങൾ ഒരിക്കലും നമ്മളുടെ മക്കളിലൂടെ യാഥാർത്ഥ്യമാക്കരുത്. അത് നമ്മുടെ സ്വപ്നങ്ങൾ ഒരിക്കലും മക്കളിലൂടെ യാഥാർത്ഥ്യമാക്കരുത് എന്ന് പറയുന്നത്, ഇപ്പൊ നമുക്ക് ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. നമ്മൾ ഡോക്ടർ ആവാനായിരിക്കും ചിലപ്പോൾ നമുക്ക് ആഗ്രഹം, അല്ലെങ്കിൽ ടീച്ചർ ആവാനായിരിക്കും നമുക്ക് ആഗ്രഹം. പക്ഷെ ആ ആഗ്രഹങ്ങൾ ഒരിക്കലും നമ്മളെ മക്കളിലൂടെ നിറവേറ്റരുത്. നമുക്ക് ചിലപ്പോൾ ഡോക്ടർ ആവാൻ കഴിഞ്ഞെന്ന് വരില്ല, ചിലപ്പോൾ ടീച്ചർ ആവാൻ കഴിഞ്ഞെന്ന് വരില്ല, നിർഭാഗ്യവശാൽ. അപ്പൊ നമ്മൾ ആ സ്വപ്നങ്ങളൊന്നും മക്കളിലൂടെ യാഥാർത്ഥ്യമാക്കരുത്. മക്കൾക്കും ഒരു സ്വപ്നങ്ങളും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും. അതെല്ലാം അവരുടെ ഇഷ്ടങ്ങൾ അറിഞ്ഞ് അവരുടെ കൂടെ നിൽക്കുക. ഒമ്പതാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നല്ല മനുഷ്യരുമായിട്ട് ഇടപഴകാനുള്ള അവസരം അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക. നല്ല മനുഷ്യരുമായിട്ട് ഇടപഴകാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്നത്, നല്ല മനുഷ്യരിലൂടെയുള്ളൂ നല്ല ആളുകൾ ഉണ്ടാവുക. അപ്പൊ നല്ല മനുഷ്യരുമായിട്ടുള്ള അവസരം
ഇടപഴകാനുള്ള ഒരു അവസരം മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുക. 10ാമത്തെ കാര്യം എന്ന് പറയുന്നത് കുട്ടികളോട് നോ പറയാൻ പഠിപ്പിക്കുക. കുട്ടികളെ നോ പറയാൻ പഠിപ്പിക്കുക. യെസ് പറയേണ്ടടുത്ത് യെസ് പറയണം, നോ പറയേണ്ടടുത്ത് നോ പറയണം. ഈ കാര്യങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുക. ഇപ്പൊ നമ്മൾ നോ പറയേണ്ടടുത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ നമ്മളെ മക്കളെടുത്ത് വേറെ ആരെങ്കിലും ഇപ്പോൾ സിഗരറ്റോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ കാലത്ത് സിഗരറ്റ്, മദ്യപാനം, MDM, മയക്കുമരുന്ന് അങ്ങനെയുള്ള കാര്യങ്ങളിൽ കുട്ടികളായാലും എല്ലാവരും അഡിക്റ്റ് ആയിട്ട് പോവുകയാണ്. അപ്പൊ ആ ടൈമില് നമ്മൾ മക്കളെടുത്ത്, അതായത് ഒരാൾ നമ്മുടെ അടുത്ത് വന്ന് ചോദിച്ചു, നീ ഇതൊന്ന് വലിച്ചു നോക്ക്, നല്ല മനസ്സമാധാനം ഉണ്ടാവും, നല്ലൊരു സുഖം ഉണ്ടാവും, നീ ഇതൊന്ന് വലിച്ചു നോക്ക്, അല്ലെങ്കിൽ നീ ഇതൊന്ന് കുടിച്ചു നോക്ക് എന്നുള്ള കാര്യങ്ങൾ പറയണേ, മനസ്സിനൊരു ആശ്വാസം ഉണ്ടാവും എന്നുള്ളത് പറയാണ്. അപ്പൊ മക്കൾക്ക് അവിടെ നോ പറയാനുള്ളൊരു ഇത് അവർക്ക് വരണം. അങ്ങനെ മക്കളെ നോ പറയാൻ പഠിപ്പിക്കണം. 11ാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മക്കളോട് അഭിപ്രായങ്ങൾ ചോദിക്കുക. മക്കളോട് അഭിപ്രായം ചോദിക്കുക എന്ന് പറയുന്നത്, ഞാൻ ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. എനിക്ക് കുറച്ച് സ്ഥലമുണ്ട്, നിർഭാഗ്യവശാൽ എനിക്ക് ആ സ്ഥലം വിൽക്കേണ്ടി വന്നു. അതായത് നമുക്ക് ക്യാഷിന് കുറച്ച് ബുദ്ധിമുട്ട് വന്നുകൊണ്ട് എനിക്ക് ആ സ്ഥലം വിൽക്കേണ്ടി വന്നു. അതുകൊണ്ട് ഞാൻ എൻ്റെ മക്കളോട് അഭിപ്രായം ചോദിക്കുകയാണ്, ഞാൻ ഈ സ്ഥലം വിൽക്കട്ടെ, സാമ്പത്തികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. അങ്ങനെയെന്നുള്ള കാര്യങ്ങളെന്നല്ല, എല്ലാ കാര്യങ്ങളും മക്കളോട് അഭിപ്രായം ചോദിക്കുക. 12ാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളെ ബഹുമാനിക്കുക. കുട്ടികളെ ബഹുമാനിക്കുക എന്ന് പറയുന്നത്, കുട്ടികൾക്ക് ബഹുമാനിച്ചാലും നമ്മൾ അവരെ റെസ്പെക്റ്റ് ചെയ്താൽ മാത്രമേ അവർ വേറെല്ലാ ആൾക്കാരെ കാണുമ്പോൾ റെസ്പെക്റ്റ് ചെയ്യാൻ പഠിക്കുള്ളൂ. നമ്മളെ കുട്ടികളെ ബഹുമാനിക്കണം. നമ്മളെ കുട്ടികളെ ബഹുമാനിക്കണം എന്ന് പറയുമ്പോൾ മറ്റുള്ളവരുടെ മുമ്പിൽ ഒരിക്കലും വേറൊരു കുട്ടിനെ കണ്ട് താരതമ്യം ചെയ്യരുതേ. നമ്മൾ റെസ്പെക്റ്റ് കൊടുത്താലേ അവർ വേറെ ആൾക്കാരെ കാണുമ്പോൾ അവർക്ക് റെസ്പെക്റ്റ് കൊടുക്കാൻ തോന്നുകയുള്ളൂ. 13ാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണം ഒരു പാപമാണ് എന്ന് കുട്ടികളെ പഠിപ്പിക്കരുതേ. പണം ഒരിക്കലും ഒരു പാപമല്ല. ഇപ്പോ നമുക്ക് സമ്പത്ത്, അതായത് ഇപ്പൊ നമുക്ക് സാമ്പത്തികമായിട്ട് ഇപ്പൊ നമുക്ക് ജോബ് ചെയ്താലേ നമുക്ക് പണം കിട്ടുള്ളൂ, നമ്മൾ എന്ത് ചെയ്താലേ നമുക്ക് പണം കിട്ടുള്ളൂ. അപ്പൊ ആ കാര്യങ്ങളൊക്കെ കുട്ടികളുടെ അടുത്ത് പറയാം. പണം ഒരു പാപമല്ല. നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയിട്ട്, നമ്മൾ സത്യസന്ധമായിട്ട് അധ്വാനിച്ചുണ്ടാക്കിയ പണം നമുക്ക് എന്നും വിലപ്പെട്ടതായിരിക്കും. അപ്പൊ ഒരിക്കലും അത് പാപമാണെന്ന് കുട്ടികളെ പറഞ്ഞു പഠിപ്പിക്കരുത്. ഈ 13 ടിപ്സ് നിങ്ങൾ ഫോളോ ചെയ്തു പോയാൽ നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ കുട്ടികളുടെ ജീവിതത്തിലും വലിയ മാറ്റങ്ങൾ സംഭവിക്കും. ഒരു ഗുഡ് പാരന്റിങ് എങ്ങനെ ആവണം എന്നുള്ള 13 കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ട്. ഈ കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്തു പോയാൽ തീർച്ചയായും മക്കൾക്ക് നല്ല മാറ്റങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. എല്ലാവരുടെയും റെസ്പെക്റ്റ് ആയിട്ട് മക്കൾക്ക് പെരുമാറാൻ കഴിയണം. അതുപോലെ ഇപ്പോഴത്തെ മക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോണിനൊക്കെ അഡിക്റ്റ് ആയിട്ടുള്ള ആൾക്കാരാ. ഫോണിനായിട്ട് അഡിക്റ്റ് ആയിട്ടുള്ള ആൾക്കാര്, അതുപോലെ ഈ ഫോണ് വാങ്ങിക്കഴിഞ്ഞാൽ കുട്ടികൾ ചൂടാവുക, രക്ഷിതാക്കളോട് തർക്കുത്തരം പറയാ, അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ, ഈ കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്തു പോയാൽ തീർച്ചയായും മക്കൾക്ക് നല്ല മാറ്റങ്ങൾ സംഭവിക്കും. ഒരു ഗുഡ് പാരന്റ് ആവാൻ നിങ്ങൾക്ക് കഴിയും. അപ്പൊ നിങ്ങൾ ഈ കാര്യങ്ങൾ ഫോളോ ചെയ്തു പോയാൽ എന്താണെങ്കിലും നല്ല മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.